ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്നാക്സ് ആണ് കേട്ടോ. 4 മണി ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഈസിയായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് സ്നാക്സ് ഇടാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സവോള കൃഷി ചെയ്തെടുത്തതും അതേമാതിരി തന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കി കൃഷി ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടല്ലോ, വേവിച്ച ബീഫാണ്, കറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ ഒന്നും അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കയ്യിട്ട് നല്ല ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ ഇനി ഇത് നമുക്ക് ഇതിക്കുണ്ടല്ലോ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ എരിവും അതേമാതിരി തന്നെ ബീഫ് മസാലയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുള്ളടത്താണെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ അതാ നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു ടീസ്പൂണ് ചിക്കൻ മസാലയും അതേമാതിരി തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി മാത്രം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫിലെല്ലാം മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണില്ല. പിന്നെ അത് നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാല പിന്നെ കാബേജിക്കും ക്യാരറ്റിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ കേട്ടോ. നമ്മൾ ബീഫിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ടനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എരിവും കാര്യങ്ങളൊക്കെ നോക്കിയതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെയാണ് പിന്നെ എല്ലാം കുഴച്ചെടുക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് മയോണൈസാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. ഈ മസാല തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് വെച്ചിട്ടൊരു ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കൈ വെച്ച് കുഴച്ചതിന് ശേഷം പിന്നെ മയോണൈസൊക്കെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതുണ്ടല്ലോ നല്ല ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനുണ്ടല്ലോ ഒരു പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി ഇത് ഈ മസാല വെച്ചിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കളയേണ്ടെന്ന് വിചാരിച്ച് എന്താ ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് കേട്ടോ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ അത് നമ്മൾ പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ പപ്പടം ഉണ്ടല്ലോ, ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മളിതുണ്ടല്ലോ നടുകൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അതിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഈ മസാല സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള മസാല ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവരിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടുനോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊണ്ടൊന്ന് ചെയ്യുകൊണ്ടേ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതെന്താ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടുവെൽക്കനെ ഉണ്ടാക്കിയിരിക്കുക തന്നെ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ തണുത്തു പോവും. പിന്നെ നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് മസാല ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം വെച്ച് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പപ്പടത്തിനനുസരിച്ചുള്ള മസാല മാത്രം വെച്ച് കൊടുത്താൽ മതി, ഓവർ വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടല്ലോ അങ്ങനെ മടക്കി ഇങ്ങോട്ട് സൈഡിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെള്ളം വെച്ച് പിന്നെ എല്ലായിടത്തും ആക്കി കൊടുത്തണല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൈയിട്ടൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ അത് സെറ്റായി നിൽക്കും കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മസാല കുറച്ച് ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ബ്രെഡ് ഒരു എണ്ണം കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തുകൊണ്ട് നല്ല ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ലൂസായി തോന്നിട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചതാകുമ്പോൾ എത്ര ഒട്ടി നിൽക്കാൻ പ്രയാസം ഉണ്ടായിന്. അപ്പോൾ അതുണ്ടല്ലോ അതേമാതിരിക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ആദ്യം സൈഡിൽ ഇങ്ങനെ വെള്ളമൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഇതൊരു കോണാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നില്ലേ കാണിക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിലേക്ക് കുറച്ചൊരു ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്നുള്ളത്. ഒന്ന് ലൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ബ്രെഡ് ഇട്ടെടുത്തിട്ടുള്ളത്. മയോണൈസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് ലൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. നമുക്കിത് അതേമാതിരിക്ക് തന്നെ വീഡിയോയിൽ കാണുന്ന മാതിരിക്ക് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വെള്ളം ഒഴിച്ച് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ സെറ്റായി നിന്നോളും. അപ്പോൾ അതുണ്ടല്ലേ കോണായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിക്കുണ്ടല്ലോ ഒരു കുറച്ച് ഇതിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കൈ വെച്ച് വിരൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ മനവി ഏത് കുട്ടിയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അല്ലതേ ഉള്ളൂ, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എത്ര മസാല ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഇതേമാതിരിക്ക് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഇതേമാതിരി തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ എത്രത്തോളം മസാല ഉണ്ടതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ഞാൻ ഇതേമാതിരി വിരൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസും വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കിത് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. വേറെ എന്തെന്ന് വെച്ചാൽ ചൂടുകൾക്കിന് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തണുത്തിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ സമൂസയൊക്കെ ഉണ്ടല്ലോ തണുത്ത അത്രക്ക് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ, അതേമാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ പൊരിച്ചെടുത്തിട്ട് വേറെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈസിയല്ലേ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്, കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കിയെടുക്കല്ലേ. പിന്നെ മസാല ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിവാക്കിയിട്ട് വെറും മയോണൈസ് വെച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഷവർമേൻ്റെ ഒക്കെ മാറിക്കുണ്ടാവും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു കുറഞ്ഞൊരു മധുരം കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അനുസരിച്ച് പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അത്രയും മതി. നമ്മൾ മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് വല്ലാതെ കരിയിച്ചെടുക്കണ്ട. പപ്പടമല്ലേ പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ടാൽ പൊള്ളച്ച് വരുമല്ലോ. അപ്പോൾ വല്ലാതെ കരിയിച്ചെടുക്കണ്ട കേട്ടോ. കുറഞ്ഞ ഗ്യാസ് തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.